Hello guys, welcome to PHP Learn From Home. So നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഡാറ്റാബേസ് കണക്ഷനാണ്. അതായത് ഒരു SQL ഡാറ്റാബേസ് എങ്ങനെയാണ് PHP പ്രോഗ്രാമുമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള MySQL കണക്ഷൻ എങ്ങനെയാണ് നമ്മുടെ ഡാറ്റാബേസിലോട്ട് PHP നിന്ന് കണക്ഷൻ ഉണ്ടാക്കുന്നത്, MySQL_connect എന്ന ഫംഗ്ഷൻ വെച്ചിട്ടാണ് ചെയ്തത്. അതുപോലെ തന്നെ അതിന് ശേഷം എങ്ങനെയാണ് നമ്മുടെ ഡാറ്റാബേസിലെ ടാബിലോട്ട് ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്തത്, അത് നമ്മൾ SQL എന്നൊരു വേരിയബിളിലോട്ട് നമ്മൾ ക്വറി സേവ് ചെയ്തു. അതിനുശേഷം MySQL i_query എന്നൊരു ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മുടെ ക്വറീസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ പ്രോഗ്രാമിൽ ഏത് ക്വറി എക്സിക്യൂട്ട് ചെയ്യണമെങ്കിലും ഈ ഒരു മെത്തേഡ് തന്നെയായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് MySQL_query എന്ന ഫംഗ്ഷൻ വെച്ചിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. സോ നമ്മുടെ ക്വറീസ് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കും, പക്ഷേ ഫംഗ്ഷൻ സെയിം ആയിരിക്കും. സോ നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുന്നത്, ലാസ്റ്റ് സെഷൻ നമ്മൾ ഇൻസെർട്ട് ക്വറിയാണ് നോക്കിയത്. ഈ ഒരു സെഷനിൽ നോക്കുന്നത് അപ്ഡേറ്റ്, ആൾട്ടർ, അതുപോലെ തന്നെ ഡിലീറ്റ് ക്വറീസ് ആയിരിക്കും. സോ അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ടാബിൾ ഒന്ന് നോക്കാം. സോ നമ്മുടെ ടാബിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ചേഞ്ചസ് എല്ലാം കുറച്ച് ഡാറ്റാസ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ കോളേജ് നെയിം, ID എന്നായിരുന്നു നമ്മുടെ കോളംസ്. സോ അതെല്ലാം കുറച്ചുകൂടി ഡാറ്റാസ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം അപ്ഡേറ്റ് ക്വറി എന്തായിരിക്കും എന്ന് നോക്കാം. സോ നമ്മുടെ ഡാറ്റാബേസിൽ ടാബിളിലെ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അപ്ഡേറ്റ് ക്വറീസ് ഉപയോഗിക്കുന്നത്. സോ അപ്ഡേറ്റ് ക്വറിക്ക് ഒരു ഫോർമാറ്റ് ഉണ്ടാവും, അതായത് സിൻടാക്സ് ഉണ്ട്. നമ്മുടെ SQL ക്വറീസ് ഉപയോഗിക്കാൻ സിൻടാക്സ് ഉണ്ട്. സോ അപ്ഡേറ്റ് ക്വറി നമുക്ക് ആദ്യം നോക്കാം. സോ ഈ അപ്ഡേറ്റ് പ്രോസസ്സിൽ നമ്മൾ നോക്കുന്നത് റാം എന്നൊരു സ്റ്റുഡൻറ്റിൻ്റെ കോളേജാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. കോളേജ് നെയിം ചേഞ്ച് ചെയ്യാനാണ് ഈ ഒരു അപ്ഡേറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അപ്ഡേറ്റ് ക്വറിയുടെ സിൻടാക്സ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. സോ അതിലോട്ട് കൂടുതൽ പോകുന്നില്ല, നമുക്ക് ഇവിടെ ക്വറി കൊടുക്കാം. SQL = അപ്ഡേറ്റ്, നമ്മുടെ ടാബ് നെയിം കൊടുക്കണം, ഓൺലൈൻ ക്ലാസ് സെറ്റ്. എന്താണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്? അപ്പോൾ കോളേജ് നെയിമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോളേജ് = നമുക്ക് കോളേജ് നെയിം ABCD എന്ന് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കണ്ടീഷൻ കൊടുക്കണം, ആരുടെ കോളേജാണ് എന്ന് കൊടുക്കണം. സോ നമുക്ക് കണ്ടീഷൻ കൊടുക്കാം, വേർ നെയിം = റാം. ഇതാണ് നമ്മുടെ ക്വറി. സോ ഈ ക്വറി എക്സിക്യൂട്ട് ചെയ്ത് MySQL_query എന്ന ഫംഗ്ഷനോട് പാസ് ചെയ്യും. സക്സസ്ഫുൾ ആണെങ്കിൽ നമുക്ക് ഡാറ്റ അപ്ഡേറ്റഡ് എന്ന് കാണിക്കും. ഡാറ്റ അപ്ഡേറ്റ് അല്ലെങ്കിൽ പ്രോസസ് ഫെയിൽഡ്. സോ നമുക്ക് ചെക്ക് ചെയ്യാം, നമ്മുടെ സ്ക്രിപ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഡാറ്റ അപ്ഡേറ്റഡ്. സോ നമ്മുടെ ഈ സ്ക്രിപ്റ്റ് റൺ ചെയ്തപ്പോൾ ഡാറ്റ അപ്ഡേറ്റഡ് എന്നാണ് കിട്ടിയത്. സോ നമ്മുടെ ടാബിലോട്ട് ഒന്നുകൂടി പോയി നോക്കാം. സോ ഇവിടെ നമ്മുടെ റാം എന്ന സ്റ്റുഡൻറ്റിൻ്റെ കോളേജ് ചേഞ്ച് ആയി. സോ ഇത്ര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ ക്വറീസ് മാത്രം ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ ഇൻസേർട്ടിൻ്റെ ക്വറി ഇപ്പോൾ അപ്ഡേറ്റ് ക്വറിയാക്കി മാറ്റി. ഇതാണ് അപ്ഡേറ്റ് പ്രോസസ്സ്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിലീറ്റ് ക്വറിയാണ്. സോ ഇവിടെ നമ്മൾ ഡിലീറ്റ് ക്വറിയാണ് SQL ക്വറിയായിട്ട് കൊടുക്കേണ്ടത്. സോ നമുക്ക് സിൻടാക്സ് എല്ലാവർക്കും അറിയാം. സോ നമുക്ക് ഡിലീറ്റ് ക്വറി കൊടുക്കാം. ഡിലീറ്റ് ഫ്രം നമ്മുടെ ടാബിൾ നെയിം ഓൺലൈൻ ക്ലാസ് ആണ്. അതിനുശേഷം നമ്മൾ കണ്ടീഷൻ കൊടുക്കണം. ഇവിടെ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത് ABC എന്ന കോളേജ് നെയിമുള്ള എല്ലാ സ്റ്റുഡൻസിനെയും നമ്മുടെ ടാബിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം. സോ അതാണ് നമ്മുടെ കണ്ടീഷൻ. സോ നമ്മുടെ കണ്ടീഷൻ കോളേജ് = ABC. സോ ഇതാണ് നമ്മുടെ കണ്ടീഷൻ. സോ ഡിലീറ്റ് ഫ്രം ഓൺലൈൻ ക്ലാസ് വേർ കോളേജ് = ABC. സോ ഈ ഒരു ക്വറി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ടാബിൽ നിന്ന് ABC എന്ന കോളേജ് നെയിമുള്ള എല്ലാ സ്റ്റുഡൻറ്റ് എൻട്രീസും ഡിലീറ്റ് ആവും. സോ നമുക്ക് MySQL ക്വറി എന്ന ഫംഗ്ഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് ട്രൂ ആണെങ്കിൽ നമുക്ക് ഡാറ്റ ഡിലീറ്റഡ് എന്ന് കിട്ടും, അല്ലെങ്കിൽ പ്രോസസ് ഫെയിൽഡ്. നമുക്ക് നമ്മുടെ ക്വറി ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, കണക്ഷൻ സക്സസ്ഫുൾ ആണ് ആൻഡ് ഡാറ്റ ഡിലീറ്റഡ്. സോ നമുക്ക് നമ്മുടെ ടാബിൾ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാം. സോ നമ്മൾ ടാബിൽ നിന്ന് ABC എന്ന നെയിമുള്ള എല്ലാ എൻട്രീസും ഡിലീറ്റ് ആയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഡിലീറ്റ് ക്വറി.
അടുത്തത് അൾട്ടർ കുറയാണ്. അൾട്ടർ കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ എക്സിസ്റ്റിംഗ് ടാബിലെ കോളംസ് ഡിലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഡാറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ ന്യൂ കോളം നമ്മുടെ ടാബിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് ചെയ്യുന്നത് നമ്മുടെ എക്സിസ്റ്റിംഗ് കോളമായ കോളേജ് ഡിലീറ്റ് ചെയ്യാനാണ്. സോ അതിൻ്റെ കുറേ നമുക്ക് നോക്കാം. സോ അൾട്ടർ ടാബിൽ നെയിം കൊടുക്കാം. ഓൺലൈൻ ക്ലാസ്. സോ നമ്മൾ കോളം ഡിലീറ്റ് ചെയ്യണത് ഡ്രോപ്പ് ചെയ്യണം നമ്മുടെ കോളം. സോ നമുക്ക് ഡ്രോപ്പ് കോളം കോളേജ്, നമ്മുടെ കോളേജിൽ നിന്ന് കോളമാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ കോളേജ് എന്ന് കൊടുക്കാം. സോ നമ്മുടെ കുറേ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കോളം ഡിലീറ്റഡ് എന്നായിരിക്കും, കോളം ഡിലീറ്റഡ്. സോ നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കോളം ഡിലീറ്റഡ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഡാറ്റാബേസിൽ ടാബിൽ ഇപ്പോൾ കോളേജ് എന്ന കോളം ഇല്ല. സോ ഇത്രയുമാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്വറീസ്. അടുത്ത സെഷനിൽ നമ്മൾ സെലക്ട് ക്വറി ആണ് പഠിക്കുന്നത്. അതായത് സെലക്ട് ക്വറി നമ്മൾ ഡാറ്റാബേസിലെ ഡാറ്റ പ്രിൻറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. സോ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ചെയ്യുമ്പോൾ പലയിടത്തും നമ്മുടെ ഡാറ്റാബേസിലെ ഡാറ്റാസ് പ്രിൻറ്റ് ചെയ്യേണ്ടി വരും. ഇതുവരെ നമ്മൾ ചെയ്ത് ഡാറ്റാബേസിലോട്ട് എൻ്റർ ചെയ്യാൻ നമ്മൾ ഡാറ്റാബേസിലായിരുന്നു നമ്മൾ കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്തത്. ഇനി മുതൽ ഡാറ്റാബേസിലെ ഡാറ്റ നമ്മുടെ വെബ്സൈറ്റിലോട്ട് കൊണ്ടുവരാനുള്ള സെലക്ട് ക്വറിയാണ് അടുത്ത സെഷൻ നമ്മൾ പഠിക്കുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.